നമസ്തേ. ഈ ദിവസം തുടങ്ങുമ്പോൾ ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് ഇറാനിൽ US ആക്രമണം എന്നുള്ളത് തന്നെയാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് അമേരിക്ക അറിയിച്ചിരിക്കുകയാണ്. ഫോർദോ, നത്താൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ദൗത്യം വിജയിച്ചെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രംപിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകത്തിനും ചരിത്ര നിമിഷമെന്നാണ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിൽ ഉള്ളത്. വേണമെങ്കിൽ സമാധാന ചർച്ചകൾക്ക് ഇടനില നിൽക്കാമെന്ന് തുർക്കി പ്രസിഡന്റ് റെജപ് തയ്യിബ് എർദോഗാൻ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ 2 ദിവസമായി ചർച്ച ചെയ്തതുപോലെ ഇറാനിൽ US-ന്റെ ആക്രമണം നടന്നിരിക്കുന്നു. ഐസൺ, തീർച്ചയായും ഇറാന്റെ 3 നിർണായക ആണവ കേന്ദ്രങ്ങൾ, അതായത് നറ്റാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നീ തുടങ്ങിയ 3 ആണവ കേന്ദ്രങ്ങൾ, സുപ്രധാനമായ ആണവ കേന്ദ്രങ്ങളാണിവ. ഈ 3 ആണവ കേന്ദ്രങ്ങളെയും ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് തന്നെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രൂത്തിലെ അദ്ദേഹത്തിന്റെ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ 3 ഈ ആണവ കേന്ദ്രങ്ങളും ഏറ്റവും നിർണായകമായിരുന്നു. ആണവ ആയുധങ്ങൾ സജ്ജീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യമായി നടത്തുന്ന കേന്ദ്രങ്ങളായിരുന്നു ഇവ 3ഉം. ഈ 3 കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ ആക്രമണം നടന്നിരുന്നു. ഇസ്രായേൽ അതിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണം നടത്തുകയും അതിന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്യുകയും അനുബന്ധമായ സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ വലിയ തോതിലൊരു ആക്രമണം ഉണ്ടായി വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യം മൊത്തം തകർക്കാനുള്ള ഒരു കൃത്യമായ നീക്കം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു നീക്കം കാര്യക്ഷമമായി നടത്തുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ ഈ ആക്രമണം നടന്നതോടുകൂടി ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനമെല്ലാം തന്നെ പൂർണ്ണമായും നിലച്ചു എന്ന സൂചനകളാണ് അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും അന്താരാഷ്ട്ര ആണവോർജ്ജ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഏജൻസിയുടെ ഭാഗത്തു നിന്നുമെല്ലാം തന്നെ വരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ അതിന്റെ പ്രവർത്തനക്ഷമത സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നിട്ടില്ലെങ്കിലും 3 ആണവ കേന്ദ്രങ്ങളിലും വൻ തോതിലുള്ള ആക്രമണം നടത്തി തകർത്തതായുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ US അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. US പ്രസിഡന്റ് തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ചില അതിസങ്കീർണമായ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുമെന്ന ഒരു സൂചന ലഭ്യമായിരുന്നു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ പ്രയോഗിക്കപ്പെടുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. ഇന്ന് അത് സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആക്രമണം സംബന്ധിച്ച ഒരു വിശദീകരണം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ട്രംപ് ഇന്നലെ തന്നെ, അതായത് നമുക്കറിയാവുന്നതാണ്, 2 ആഴ്ച സമയം നൽകി കാത്തിരിക്കാനാവില്ല എന്നൊരു നിലപാട് ഇസ്രായേൽ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2 ദിവസം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വലിയ തോതിലുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ശക്തമായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയിൽ നിന്നും വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങൾ ഒരുക്കുന്നതിന് മുന്നോടിയായി തന്നെ അമേരിക്കയിലേക്ക് ഉൾപ്പെടെയുള്ള വിദേശികളെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. 50 പേരടങ്ങുന്ന വിമാനങ്ങൾ, അതായത് മാക്സിമം 50 പേരടങ്ങുന്ന വിമാനങ്ങൾ അടിയന്തരമായി ഇസ്രായേലിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ഏതാണ്ട് 40,000-ലേറെ ടൂറിസ്റ്റുകൾ ഇസ്രായേലിലുണ്ട്. അതായത് ഈ ജൂൺ 13 നടന്ന ആക്രമണം ആരംഭിച്ചത് തൊട്ട് ഇത്രയും ദിവസം, അതായത് 9 ദിവസത്തോളം, ജൂൺ 13 ആക്രമണം ആരംഭിച്ച ഇത്രയും ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ വിമാനങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ച സാഹചര്യത്തിൽ നിന്നും അടിയന്തരമായി പുറത്തേക്കുള്ള വിമാനങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ആക്രമണം നടന്നു. അതിശക്തമായ നശീകരണ രീതിയിലുള്ള നീക്കം തന്നെ നടന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. രാഖി, ഐസൺ, അതുപോലെ തന്നെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ഇറാന്റെ പതനം തുടങ്ങിയിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്, ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, ഈ യുദ്ധത്തിൽ നിങ്ങൾ തോറ്റോടുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചിന്തിക്കാനുള്ള സമയമുണ്ട്, ചർച്ചകൾക്ക് സമയമുണ്ട് എന്നൊക്കെ തന്നെ ട്രംപ് പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷേ എല്ലാവിധ ചർച്ചകൾക്കും ഉള്ള സാധ്യതകളും അടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് US നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ഇസ്രയേലിനൊപ്പം US കൂടി ആക്രമിക്കുമ്പോൾ ഇനി ഇറാന്റെ അവസ്ഥ എന്താകും? കാരണം ഇതിനോടകം തന്നെ ഇവരുടെ സേനാ മേധാവിമാരെ എല്ലാം തന്നെ ഇസ്രയേൽ വക വരുത്തിയിരുന്നു. ഇതിനിടെയാണ് US കൂടി ആക്രമണം തുടങ്ങി എന്ന് പറയുന്നത്. തീർച്ചയായും US ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ആക്രമണം പുനരാരംഭിക്കുന്നത് അല്ലെങ്കിൽ ആക്രമണം ആരംഭിക്കുന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം, ഇന്ന ദിവസം മുതൽ ആക്രമണം ആരംഭിക്കുമെന്ന ഒരു വിശദീകരണം ഇതുവരെ ലഭ്യമായിരുന്നില്ല എങ്കിൽ കൂടി ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ വലിയൊരു കാലയളവിൽ കാത്തിരിക്കാനാവില്ല എന്നൊരു നിലപാട് കൃത്യമായി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിന് മുന്നോടിയായി പല സംഭവങ്ങളും ഉണ്ടായി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിന് മുന്നോടിയായി ഉണ്ടായ ഏറ്റവും സുപ്രധാനമായ നീക്കം എന്ന് പറയുന്നത് E3 രാജ്യങ്ങൾ, അതായത് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുമായി ജനീവയിൽ
ഏഹ്, ഏഹ്, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചകളിലെല്ലാം തന്നെ അബ്ബാസ് അറാഖ്ചിയും ഇറാനും എടുത്ത നിലപാട്, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാടാണ് എടുത്തത്. ആ നിലപാട് ഒരു തരത്തിലും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഇറാനെതിരെയും നടക്കുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കാതെ തുടർ ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാടായിരുന്നു. അത്തരത്തിൽ യുദ്ധം നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാൻ കാര്യങ്ങൾ കൊണ്ടുപോവുകയും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം അത് ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികളിലേക്ക് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് തന്നെ ഈ ആക്രമണത്തിന് തുനിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഈ സന്നാഹങ്ങളെല്ലാം തന്നെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിതമായി US സൈനിക സംവിധാനങ്ങളെ നീക്കുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ച അന്തിമമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ ഈ ആക്രമണത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിലെ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ ഒരു ആക്രമണം ഏത് നിമിഷവും നടത്തേണ്ടതുണ്ട് എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ടാവുകയും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയനിലേക്ക് കൃത്യമായി എത്തുകയും അതുപോലെ തന്നെ ഈ ഇറാനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മേഖലകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിയ ടാങ്കർ വിമാനങ്ങൾ എത്തുന്നു. അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങൾ നടക്കുകയും ആ യുദ്ധസന്നാഹങ്ങളെല്ലാം തന്നെ രണ്ടാഴ്ചത്തേക്ക് കാര്യമായ നടപടി ഉണ്ടാകില്ല എന്നൊരു നിലപാട് ഇക്കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അത്തരം ഒരു അറിയിപ്പ് ഉണ്ടാവുകയും ചെയ്തു. ഈ അറിയിപ്പുണ്ടായതിന് പിന്നാലെയാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകുന്നില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. വൻതോതിൽ നടന്ന ആക്രമണത്തിൽ വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ആണവ കേന്ദ്രങ്ങൾ ഏതാണ്ട് പരിപൂർണമായും നിശ്ചലമാകുന്ന ഒരു സാഹചര്യം അത് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യവശാൽ തുടരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ, ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ആക്രമണം നടന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, ഐസൻ, അതുപോലെ തന്നെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത് എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് GBU 57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ, അല്ലേ? അപ്പോൾ ഇറാന്റെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. തീർച്ചയായും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകൾ, അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്ന ഈ GBU എന്ന് പറയുന്ന ബോംബുകൾ ഉപയോഗിക്കുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകൾ, അതായത് റഡാർ നിരീക്ഷണത്തിൽ പെടാത്ത സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യ പ്രായോഗികമായി നടപ്പാക്കുന്ന ഒരു വിമാനമാണിത്. ഈ വിമാനം ഒരു പക്ഷേ ഉപയോഗിച്ചിരിക്കാമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്, അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളെല്ലാം തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഇത്തരമൊരു സൈനിക നീക്കം ഗ്വാം ദ്വീപിലേക്കും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കും നടത്തുന്നു എന്നൊരു വിവരമാണ് ലഭ്യമായതെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു ആക്രമണം നടത്തുകയും സുരക്ഷിതമായ വിമാനങ്ങൾ തിരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിയെന്ന് ട്രംപ് തന്നെ പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരു പക്ഷേ ഈ സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കാം നടന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സമാന രീതിയിലുള്ള അതിശക്തമായ ആക്രമണങ്ങൾ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്. F-series വിമാനങ്ങൾ 3 ശ്രേണിയിലുള്ള F-series വിമാനങ്ങൾ 16, 22, 35 തുടങ്ങിയ ശ്രേണിയിലുള്ള F-series വിമാനങ്ങളെല്ലാം തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഈ വിന്യസിച്ച വിമാനങ്ങളിൽ നിന്ന് നടന്ന ഒരു ആക്രമണത്തിന്റെ സ്വഭാവമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ കൂടി ഒരു പക്ഷേ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് 14,000 കിലോ ഭാരം, ആ ബോംബുകൾക്ക് തന്നെ 14,000 കിലോ ഒക്കെ ഭാരം ഉണ്ടാകും. അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ, അതായത് സ്ഫോടന ശേഷി വഹിക്കുന്ന പോർമന് തന്നെ 2,400 കിലോഗ്രാം ഒക്കെ ഭാരം വരുന്ന വലിയ തോതിലുള്ള ആക്രമണ ശേഷിയുള്ള മിസൈൽ സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന സെൽഫ് നാവിഗേറ്റ് ചെയ്യുന്ന ബോംബുകളാണിവ. ഈ ബോംബുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 200 മീറ്റർ താഴെ വരെയുള്ള ബങ്കറുകൾ തകർക്കുക എന്ന ലക്ഷ്യമാണ്. തീർച്ചയായും ഈ ആണവ കേന്ദ്രങ്ങളുടെ ഭൂമിക്കടിയിലുള്ള സെല്ലറുകളും ഭൂമിക്കടിയിലുള്ള സംവിധാനങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും B-2 ബോംബറുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവാം, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകാം. ആ ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും വലിയൊരു ആഘാതം ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഏതാണ്ട് തകർന്ന് തരിപ്പണമാവുക എന്ന് പറയുന്ന അതേ അവസ്ഥയിലേക്ക് ആണവ കേന്ദ്രങ്ങൾ എത്തിയിട്ടുണ്ടാകും. അത് ഒരുപക്ഷെ ആണവ റേഡിയേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവാത്തൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഈ ആക്രമണം നടത്തിയത് ഈ വിമാനങ്ങളിലാണ് എന്ന സൂചന മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി പുറത്തു ഐസൻ തുടരുക. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ് പിള്ള, ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ച് 10ാം ദിവസം ഇറാനിൽ US നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ്. നമ്മൾ 2 ദിവസമായി ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ഏത് നിമിഷവും ഇറാനിൽ ട്രംപ് ബോംബിടുമെന്നുള്ളത്. എന്തായാലും നേരിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നു. ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഒരു സാഹചര്യം നമുക്ക് എങ്ങനെ വിലയിരുത്താം?
രാഖി, ഇത് നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നതാണ്. ട്രംപ് തന്നെ പറഞ്ഞത് ആക്രമിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നില്ല എന്നുള്ളത്. US നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം ആക്രമണത്തിന് തയ്യാറാണ്, പക്ഷേ തീരുമാനം 2 ആഴ്ചക്കകം എന്നുള്ള അറിയിപ്പാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയും നടത്തിയ പ്രസ് ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പശ്ചിമേഷ്യക്ക് സമീപമുള്ള US താവളങ്ങളിൽ USന്റെ യുദ്ധവിമാനങ്ങൾ സജ്ജമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം നാം കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത്, USന്റെ വിമാനവാഹിനി കപ്പലുകളും ഒപ്പം തന്നെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാവുന്ന ടാങ്കർ വിമാനങ്ങളും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഡീഗോ ഗാർഷ്യ അടക്കമുള്ള അമേരിക്കയുടെ സൈനിക വ്യോമ താവളങ്ങളിൽ ഇവ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. വളരെ വ്യക്തമായ സൂചന തന്നെയാണ് ട്രംപ് നൽകിയിരുന്നത്. വേണ്ടി വന്നാൽ ആക്രമിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ലാണ്. എന്തായാലും പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനം കൂടാതെ സ്വാഭാവികമായിട്ടും ആക്രമണം നടന്നിരിക്കുന്നു. US-ൽ ഇന്നലെ രാത്രി, ശനിയാഴ്ച രാത്രിയും ഭാരതത്തിൽ ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. B-2B ബോംബറുകളാണ് ഉപയോഗിച്ചിരുന്നത്. കൃത്യമായി ടാർഗറ്റ് ചെയ്ത ആക്രമണങ്ങളാണ് എന്നുള്ളത് വ്യക്തമാണ്. ഫോർഡോ, നറ്റാൻസ്, ഇസ്ഫഹാൻ ഈ ആണവ കേന്ദ്രങ്ങളാണ് US ലക്ഷ്യമിട്ടത്. ദൗത്യം വിജയിച്ചു. ആക്രമണം നടത്തി എന്നുള്ള വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് തന്നെയാണ്. ഇതിനിടെ തന്നെ ഇസ്രയേലിൽ നിന്ന് US പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. ടെലവിവിൽ നിന്ന് ഗ്രീസിലേക്ക് US പൗരന്മാരുമായി വിമാനങ്ങൾ നീങ്ങിയിരുന്നു. B-2 സ്റ്റെൽത്ത് ബോംബറുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് വളരെ വ്യക്തമായി ആക്രമണം നടന്ന വാർത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ അഭിസംബോധന ചെയ്യും ട്രംപ് എന്നുള്ളതാണ്. ഈ ടൈം ഈസ്റ്റേൺ ടൈം US-ലെ 10 മണിക്കാണ് ട്രംപിന്റെ അഭിസംബോധന. ആ അഭിസംബോധനയിൽ കൂടുതൽ വ്യക്തതയോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് US-നും ഇസ്രയേലിനും ലോകത്തിനും ചരിത്ര നിമിഷം ആണ് എന്നാണ് ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാന് ഇനി യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കാനാവില്ല എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ആക്രമണത്തിന് തയ്യാറാണ്, ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന ശേഷവും US ഒരു അവസാന അവസരം, ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി പുറത്തു വന്ന വാർത്ത അനുസരിച്ച് ഒരു അവസാന അവസരം ഇറാന് നൽകുന്നു. ആണവ കാര്യങ്ങളിൽ, ആണവ ശേഷി വികസിപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച വേണം. ആ ചർച്ചയ്ക്ക് സമ്മതിച്ചാൽ യുദ്ധം നിർത്താം, ആക്രമണം നിർത്താം എന്നുള്ള വാഗ്ദാനമാണ് ഇസ്രയേലിന് വേണ്ടി കൂടി US അറിയിച്ചത്. ഒരു തരത്തിൽ ഒരു അന്ത്യശാസനം തന്നെയായിരുന്നു ഇറാന് നൽകിയത്. പക്ഷെ ഇറാന്റെ പ്രതികരണം വീണ്ടും വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ഒരു തരത്തിലും ഇതിന് വഴങ്ങാനാവില്ല എന്ന് മാത്രമല്ല, ആദ്യം ആക്രമണം അവസാനിപ്പിക്കൂ, ആക്രമണം നിർത്തിയ ശേഷം ചർച്ചയാവാം, ചർച്ചയെക്കുറിച്ചുള്ള സംസാരമാകാം എന്നുള്ളതാണ്. ഇറാന്റെ വിദേശമന്ത്രി ഇതിനിടയ്ക്ക് യൂറോപ്പ് സന്ദർശിക്കുകയും വിവിധ രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇവർ തേടിയിരുന്നു. പക്ഷെ അതിലൊന്നും വിജയിക്കാൻ ഇറാനായില്ല എന്ന് മാത്രമല്ല, ഇത്രയും സമ്മർദ്ദത്തിലായിട്ടും ഇസ്രയേൽ വൻതോതിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടും അവരുടെ പ്രധാന വ്യോമ സൈനിക കേന്ദ്രങ്ങൾ വളരെ കൃത്യമായി ആക്രമിക്കുകയും സൈനിക തലത്തിലും ആണവോർജ തലത്തിലും ഉള്ള ആണവ കേന്ദ്രങ്ങൾ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയും ആണവ ശാസ്ത്രജ്ഞരെയും ആണവോർജ സംഘടനയുടെ മുൻ തലവനെയും അടക്കമുള്ള മുതിർന്ന ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തുകയും ആ ശേഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആക്രമണശേഷി, അതല്ലെങ്കിൽ അവരുടെ മിസൈൽ ശേഖരം അടക്കമുള്ളവ 1/3 തകർത്തു കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. പക്ഷെ ഈ സാഹചര്യത്തിൽ പോലും സമ്മർദ്ദമുണ്ടായിട്ടും വഴങ്ങാൻ ഇറാൻ ഭരണ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം. ഈ സാഹചര്യത്തിലാണ് ഈ സ്ട്രൈക്കിനായി US പ്രസിഡന്റ് ഉത്തരവിടുകയും അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ മറ്റൊരു സംഗതിയുള്ളത്, ഇത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു ആക്രമണമാണ് എന്ന് നമുക്കിപ്പോൾ കരുതാൻ കഴിയില്ല രാഖി. കാരണം ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത്, വളരെ വിജയകരമായി 3 ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിച്ചു, തകർത്തു എന്നുള്ളത്. ഫോർഡോ, നറ്റാൻസ്, ഇസ്ഫഹാൻ എന്നീ കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള വിവരം ട്രംപ് പുറത്തുവിട്ടിരുന്നു. അതിനൊപ്പം അമേരിക്കൻ B-2 ബോംബേഴ്സ് അതിൽ ഉപയോഗിച്ചു എന്നുള്ളത്
സൈനിക സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടു. ഇതിനു പുറമെ ഏതാനും ദിവസങ്ങളായി പരിഗണിച്ചുകൊണ്ട് ഇരുന്ന ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ഇറാന്റെ അവരുടെ ഒരു വരേണ്യ വിഭാഗം എന്ന് പറയുന്ന ആംസിന്റെ കുഡ്സ് ഫോഴ്സിന്റെ മുതിർന്ന കമാൻഡർമാരെ ആക്രമിച്ചിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. US-ന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു സൈനിക ശക്തിക്കും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് ഏത് തരത്തിലാണ് ഇറാൻ പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അവർക്ക് ബാക്കിയുള്ള, അങ്ങനെ തന്നെ കരുതണം, ബാക്കിയുള്ള ശേഷി, സൈനിക ശേഷി തിരികെ US-ന്റെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ US-നെ ആക്രമിക്കാൻ പശ്ചിമേഷ്യയിലോ US-ലോ ഉള്ള US-ന്റെ പൗരന്മാരെയോ US-ന്റെ കേന്ദ്രങ്ങളെയോ ആക്രമിക്കാനുള്ള ശേഷി ഇറാന് ബാക്കിയുണ്ടോ? അതുപോലെ എത്ര വിജയകരമാണ് ഈ ട്രംപിന്റെ ക്ലെയിം, ട്രംപിന്റെ അവകാശവാദം ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര മാരകമാണ്, എത്ര പ്രഹരശേഷിയോടുകൂടിയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ഫോർദോ പൂർണ്ണമായും തകർത്തു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി ഇത് ആഗോള രാഷ്ട്രീയ തലത്തിൽ ട്രംപ് ഇതെങ്ങനെ നേരിടും എന്നുള്ളത്, ഇറാനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ആഘാതം എന്നുള്ളതാണ്, രാഷ്ട്രീയ ഇമ്പാക്ട് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഈ സൈനിക അധികാരം മുഴുവൻ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി സൈനിക വിഭാഗമായി, അവരുടെ പ്രധാന സൈനിക വിഭാഗമായ IRG, ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറിയിരുന്നു. ആ വാർത്ത പുറത്തു വന്നപ്പോൾ വന്ന വ്യക്തമായ സൂചന ഖമൈനിയും കുടുംബവും അവിടെ നിന്ന് ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറി വടക്കൻ ടെഹ്റാനിലുള്ള ഒരു അതീവ സുരക്ഷാ ബങ്കറിലേക്ക് മാറി എന്നുള്ളതാണ്. അതിനുശേഷം പുറത്തു വന്ന വാർത്തകൾ അദ്ദേഹം ഇറാനിൽ തന്നെ ഇല്ല, മറ്റൊരു സുരക്ഷിത താവളത്തിലേക്ക് അദ്ദേഹവും കുടുംബവും മാറി എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും വളരെ വ്യക്തമായ സൂചനയാണ് US നൽകിയിരിക്കുന്നത്. ആക്രമണം നടക്കും, ആക്രമണത്തിന് തയ്യാറെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ഇത് അടിച്ചിരിക്കുന്നത്. ഈ ഒരു ആക്രമണം, ഈ ഒരു റൗണ്ട് ആക്രമണം, അല്ലെങ്കിൽ ഒരുപക്ഷെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം ഇപ്പോൾ തുടരും എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഇറാനെ സമ്മർദ്ദത്തിലാക്കി ഇറാൻ ചർച്ചകൾക്ക് വഴങ്ങി എല്ലാ തരത്തിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടിക്കും. അതല്ലെങ്കിൽ രക്ഷയില്ല, ഇവിടെ നിന്ന് പുറത്തു കിടക്കാനാവില്ല എന്നുള്ളത്. 2, ഒരു ന്യൂക്ലിയർ ന്യൂസൻസ് ആയി മാറിയിരിക്കുന്ന ആണവശേഷി, ആണവായുധം വെച്ച് അയൽ രാജ്യങ്ങളെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഇറാന്റെ തന്ത്രം ഇനി അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് US-ന്റെ വളരെ വ്യക്തമായ നിലപാട്. ഈ അവസരം ഒരുപക്ഷെ ട്രംപ് കൃത്യമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ മുതലാക്കി എന്ന് വേണം കരുതാൻ. കാരണം സാധാരണഗതിയിൽ ഒരു യുദ്ധം, ഒരു ആക്രമണം നടത്താൻ വളരെയധികം നയതന്ത്രപരമായും രാജ്യാന്തര ആഗോള രാഷ്ട്രീയപരമായുള്ള ഇടപെടലും ചർച്ചകളും വരണം. പക്ഷെ ഇതിപ്പോൾ ഈ അവസരം ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ ഇസ്രയേൽ ഇറാൻ സംഘർഷം നടക്കുന്നു, ഇസ്രയേൽ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ചർച്ചകൾക്ക് അവരെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ഏറ്റവും കുറഞ്ഞത് യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള ആണവായുധ പദ്ധതി നിർത്തിവെക്കാൻ ഇറാനെ പ്രേരിപ്പിക്കാനുള്ളൊരു അവസരമായി US-ഉം US പ്രസിഡന്റും ഇത് ഉപയോഗിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. എന്ന് മാത്രമല്ല, ഇത് തുടരും എന്ന് നമുക്ക് കരുതാനാവില്ല. ഈ 3 ആക്രമണം കഴിഞ്ഞ് ഇറാന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കും എന്ന് വേണം കരുതാൻ. ഇറാനെ കടുത്ത സമ്മർദ്ദത്തിലാഴ്ത്തി. കാരണം ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ തന്നെ പ്രതിരോധ ആക്രമണ ശേഷി കാര്യമായി നശിച്ച അവസ്ഥയിലാണ് ഇറാൻ ഉള്ളത്. സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും അടക്കമുള്ളവ നേരത്തെ തന്നെ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക വഴി ഫോർഡോ, നെറ്റാൻസ്, ഇസ്ഫഹാൻ എന്നിവ ആക്രമിക്കുകയും ഫോർഡോ പൂർണ്ണമായി തകർക്കുകയും ചെയ്തു എന്ന്
US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികരണത്തിനായാണ് ഇനി ലോകം കാത്തിരിക്കുന്നത്. പ്രതിപിള്ള അതോടൊപ്പം പറയുകയാണ് ഇറാന്റെ ഒരു സ്ഥിരീകരണം വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്ഫഹാൻ ഗവർണറാണ് അവിടെ ആക്രമണം നടന്നു, എന്നാൽ അത് വലിയ മാരക ശേഷിയുള്ള ആക്രമണമൊന്നും ആയിരുന്നില്ല എന്ന് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അതിനു മുൻപ് തന്നെ അവിടെ ഒഴിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് വിശദീകരണം. എന്തായാലും ആക്രമണം നടന്നു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ അഭിസംബോധന ചെയ്യുമെന്ന് പറയുന്നുമുണ്ട്. ഇറാന്റെ മീഡിയ ഡയറക്ടർ, ഔദ്യോഗിക മാധ്യമ ഡയറക്ടറാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ നിന്നും ഇവാക്യുവേഷൻ നടത്തിയിരുന്നു, ആൾക്കാരെ ഒഴിപ്പിച്ചിരുന്നു. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ IRIB-യുടെ വക്താവ് മെഹർ ന്യൂസ് ഏജൻസി ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് സൈനിക ശക്തിയുടെയും ഒരുപക്ഷെ US പ്രസിഡന്റിന്റെ രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള കരുത്തിന്റെയും കൂടി ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിലാണ് CNN അടക്കമുള്ള US മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത്. മറ്റ് മുൻ പ്രസിഡന്റുമാർ എടുക്കാൻ മടിച്ചിരുന്ന ഒരു നടപടി, എടുക്കാൻ മടിച്ചു നിന്നിരുന്ന ഒരു തീരുമാനം. കാരണം ഇത്തരമൊരു ആക്രമണം നേരിട്ടുണ്ടായാൽ അതൊരു മുഴുവൻ സമയ യുദ്ധത്തിലേക്ക്, ഇറാനുമായുള്ള മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ഭയം ആണ് മുൻ പ്രസിഡന്റുമാരെ പിന്തിരിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ മാറിയ സാഹചര്യം US-ഉം പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഉപദേശകരും മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. കാരണം മുമ്പുള്ള പോലെ ഇറാന് പശ്ചിമേഷ്യയിലോ അറബ് ലോകത്തോ പിന്തുണയില്ല. അറബ് ലോകത്തെ പല രാജ്യങ്ങളുമായും എന്നും ഇറാൻ യുദ്ധത്തിൽ തന്നെയായിരുന്നു. ഇറാൻ പ്രകടമായ യുദ്ധത്തിൽ അല്ലെങ്കിലും ഒരു കോൾഡ് വാർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രോക്സി വാർ എന്നുള്ള നിലയിൽ പരോക്ഷമായ സംഘർഷത്തിലായിരുന്നു. അത് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. യമനിലെ ഔദ്യോഗിക ഭരണകൂടത്തിനെതിരായി ഹൂത്തികളെ ആയുധവും അർദ്ധവും നൽകി സഹായിച്ച് അവിടെ ആക്രമണങ്ങൾ നടത്തിക്കുന്നതിലുണ്ട്. ഒപ്പം തന്നെ ഇസ്രയേലിനെതിരെ ഹെസ്ബുള്ളയെ ആയുധ ശക്തിയും പണവും പാകിസ്ഥാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം പാകിസ്ഥാനാണ് ഇസ്ലാമിക പ്രതിപിള്ള തുടരുക. നമ്മൾ ഐസൺ ജോസിലേക്ക് കൂടി പോകാം. ഐസൺ വ്യക്തമായ സന്ദേശം നൽകി അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുകയാണ്. ആദ്യം പറഞ്ഞു നോക്കി, പക്ഷേ ഇറാന് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്തു കാണിക്കാം എന്നുള്ളതായിരിക്കും അമേരിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലേ? കാരണം ഇറാന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ആക്രമണം നടന്നു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നുമുണ്ട്. തീർച്ചയായും രാഖി, ഈ ആക്രമണം നടന്നു എന്ന സ്ഥിരീകരണം പുറത്തു വരുന്നത് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയതന്ത്രപരമായ നിരവധി ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് പിന്നാലെയാണ് ഈ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിശക്തമായ ഒരു ആക്രമണം നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് മറ്റു നടപടികൾ, അതായത് ഇറാൻ ഇന്നലെയും അതായത് ഈ ജനീവയിലുള്ള ചർച്ചകളിലും എല്ലാം തന്നെ കൃത്യമായി ഇറാന്റെ നിലപാട് പുറത്തു വന്നത് ഈ ആക്രമണങ്ങൾ നിർത്തിവെച്ചല്ലാതെ തങ്ങൾക്ക് മറ്റൊരു സൈനിക സന്ധിയിലുള്ളൊരു നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി കാലങ്ങളായി മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് സ്ഥിരീകരിക്കുകയാണ് അമേരിക്ക. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിരിക്കുന്നു. ദൗത്യം വിജയിച്ചുവെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ട്രംപ് തന്നെയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകത്തിനും
ചരിത്ര നിമിഷമെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. ഐസൻ ട്രംപ് തന്നെ പറയുകയാണ് ഇത് ചരിത്ര നിമിഷമാണെന്ന്. അതായത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആക്രമണമാണ്. ആദ്യം പറഞ്ഞു നോക്കി, ഇറാൻ മനസ്സിലാകുന്നില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെ ആക്രമണം നടന്നിരിക്കുന്നു. തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ നേരത്തെ തന്നെ, അതായത് 60 ദിവസത്തെ സമയമാണ് നേരത്തെ നൽകിയിരുന്നത്. അതായത് ഈ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കുന്നതിനും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് 60 ദിവസം സമയം ഇറാനെ നൽകുകയായിരുന്നു. ഈ ഇറാന് നൽകിയതിന്റെ അടിസ്ഥാന കാരണം തന്നെ നേരത്തെ പ്രദീപ് പിള്ള ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുന്നതിനെ മറ്റു പ്രോക്സികളെ, അതായത് ഹൂതി വിമതരെ ഉൾപ്പെടെ തയ്യാറാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോഴാണ് അതൊരു ആണവ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുക എന്നൊരു നടപടി അല്ലെങ്കിൽ ഒരു നീക്കം നടന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത നീക്കങ്ങളിലേക്കും നടപടികളിലേക്കും കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ആണവായുധങ്ങളുടെ പേരിൽ ഒരു വിലപേശുന്ന രീതി നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാൻ ഭാരതവുമായി വിലപേശിയ അതേ ശൈലിയിൽ തന്നെ ഈ ആണവായുധങ്ങളുടെ ശേഖരമുണ്ട് എന്ന രീതിയിൽ വിലപേശുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം എടുത്തു പറഞ്ഞു. അതായത് 9ഓളം ബോംബുകൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന സൂചനയായിരുന്നു, എന്ന വിവരമായിരുന്നു ഈ ആദ്യ ദിവസത്തെ ആക്രമണം 13-ന് നടന്ന ആക്രമണത്തിന് പിന്നാലെ നടന്ന ഒരു വിശദീകരണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പോലും വ്യക്തമാക്കിയത്. ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്രമണം അതിശക്തമായി നടക്കുമെന്ന സൂചന തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് പല തരത്തിലുള്ള സൗകര്യങ്ങൾ, പല തരത്തിലുള്ള ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് മുന്നോട്ട് വെക്കുകയും അത്തരത്തിലുള്ള നിലപാടിന്റെ ഭാഗമായി കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ, അതായത് UN സുരക്ഷാ കൗൺസിലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ G7 രാജ്യങ്ങളുടെ പ്രമേയങ്ങൾ ഉണ്ടാകുന്നു. G7 രാജ്യങ്ങൾ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് G7 രാജ്യങ്ങളുടെ പ്രമേയത്തിൽ പറയുന്നുണ്ട് ഇറാനെ ആണവായുധങ്ങൾ സംഭരിക്കാനുള്ള അവകാശമില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. മാത്രമല്ല ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് G7 രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ഒരു പ്രമേയം പോലും ഉണ്ടായി. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഫോറങ്ങളിൽ നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷവും ഇറാൻ തങ്ങളുടെ ഈ സ്വഭാവം, അല്ലെങ്കിൽ ഈ ആക്രമണോത്സുകമായ ഒരു സ്വഭാവം നിലനിർത്തുകയും ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന വേണ്ടതില്ല, ആണവ ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാടിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്നാൽ നേരത്തെ ഈ കഴിഞ്ഞ ദിവസം വരെ, അതായത് 2 ദിവസം മുമ്പ് വരെ, ഒരുപക്ഷെ നമുക്ക് 30-35 മണിക്കൂറുകൾ മുമ്പ് വരെ പുറത്തു വന്നിരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പല സൂചനകളും നമുക്ക് ലഭ്യമായിരുന്നത് ഈ തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത 2 ആഴ്ചത്തേക്ക് ഉണ്ടാകില്ല എന്നൊരു നിലപാട് വൈറ്റ് ഹൗസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പുറത്തു വന്നിരുന്നു. നമുക്കറിയാവുന്നതാണ് മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും എല്ലാം തന്നെ വിദേശകാര്യമന്ത്രിമാർ അബ്ബാസ് അറാഖ്ചി, അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു, ഫോണിൽ ചർച്ചകൾ നടത്തുന്നു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഖത്തറിന്റെയും ഒമാന്റെയും ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു നീക്കത്തെ ഇപ്പോൾ ആദ്യം തന്നെ ഇറാൻ തള്ളുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആക്രമണം നിർത്തിയതിന് ശേഷം മാത്രമേ തങ്ങൾക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുമ്പോഴും ഈ ആണവ സമ്പുഷ്ടീകരണത്തിനൊരു നീക്കം നടത്തുക എന്നൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് OIC രാജ്യങ്ങളുടെ എല്ലാം തന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെ ഒക്കെ പിന്തുണയോടുകൂടി ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ടർക്കിയുടെ ഉൾപ്പെടെ ചില പിന്തുണകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി പെട്ടെന്ന് മുൻകൂട്ടി കണ്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശക്തമായൊരു സൈനിക വിന്യാസം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ 24-30 മണിക്കൂറുകൾക്കുള്ളിൽ അതിശക്തമായ സൈനിക വിന്യാസം നേരത്തെ നടത്തിയിരുന്ന വിന്യാസങ്ങളെല്ലാം തന്നെ കൃത്യമായി കാര്യക്ഷമമാക്കുകയും അതിനെ പ്രവർത്തനക്ഷമമായി അത് കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ ഒരുക്കങ്ങൾ കൃത്യമായും അവസാനഘട്ട ഒരുക്കങ്ങൾ ഒരു അവസാനത്തെ 2 ദിവസത്തിൽ താഴെയുള്ള സമയത്ത് അതിശക്തമായി നടന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈനിക സംവിധാനങ്ങൾ, അതായത് ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും സൈനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ റഡാർ ഉൾപ്പെടെയുള്ള മൊബൈൽ റഡാർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ സാധ്യമാകുന്ന റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ മാറ്റുന്ന നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സൈനിക സ്വത്തുക്കൾ സുരക്ഷിതമായി നിലനിർത്തുന്നതിനും അത്രയും തന്ത്രപ്രധാനമായ മേഖലകളിൽ മാത്രം അത് നിലനിർത്തുന്നതിനുമുള്ള നീക്കം ഇറാന്റെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കൃത്യമായ സൈനിക വിന്യാസം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3 തരത്തിലുള്ള, അതായത് F-15, 22, 35 ഉൾപ്പെടെയുള്ള ഫാൽക്കൺ റേഞ്ച് വിമാനങ്ങൾ, F റേഞ്ച് വിമാനങ്ങളെല്ലാം തന്നെ കൃത്യമായി അവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള വിമാനവാഹിനി കപ്പലുകൾ എത്തിയിരുന്നു, അതിനുവേണ്ടിയുള്ള ടാങ്കറുകൾ എത്തിയിരുന്നു. അതായത് മിഡ് എയർ റീഫ്യൂവലിംഗിന്, അതായത് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനങ്ങൾക്കുള്ള റീഫ്യൂവലിംഗ് വിമാനങ്ങൾ യൂറോപ്പിലെ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള വിശാലമായ നടപടി
നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലുള്ള ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ ആക്രമണം ഈ ഫോഡോ, അതുപോലെ തന്നെ ഇഫ്സാൻ, അതുപോലെ തന്നെ നെറ്റസ് എന്ന് തുടങ്ങിയ 3 ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയിരിക്കുന്നു. ഈ ആണവ കേന്ദ്രങ്ങളാണ് ന്യൂക്ലിയർ ബോംബ് തയ്യാറാക്കുന്നതിന്, അതായത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് പുറമേയുള്ള ആവശ്യത്തിനായി ന്യൂക്ലിയർ ബോംബുകൾ തയ്യാറാക്കുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്തത്. അത്തരത്തിൽ ന്യൂക്ലിയർ ബോംബുകൾ തയ്യാറാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയ ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ച് നേരത്തെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഏതാണ്ട് 15,000-ലേറെ സെൻട്രിഫ്യൂജുകൾ, അതായത് നമുക്കറിയാവുന്നതാണ് ഈ ആണവ ഇന്ധനം തയ്യാറാക്കുന്നത്, ആണവ സംവിധാനങ്ങൾ, യുറേനിയം എൻറിച്ച്മെന്റിന്റെ ഭാഗമായി യുറേനിയത്തിന്റെ പല ഘടകങ്ങൾ വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. അതിന്റെ വോളിയം, അതായത് ഘടകങ്ങളുടെ വ്യാപ്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ ഘടകങ്ങളുടെ സംയുക്തങ്ങളിൽ നിന്നും അത് വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് സെൻട്രിഫ്യൂജുകൾ എന്ന് പറയുന്ന സിലിണ്ടറുകൾ പോലെ കറങ്ങുന്ന ഒരു ഉപകരണം. അത്തരത്തിൽ അതിവേഗത്തിൽ കറങ്ങുന്ന ഈ സെൻട്രിഫ്യൂജുകളെല്ലാം തന്നെ തകർക്കുകയും മാത്രമല്ല സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ, അതായത് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള പെർഫെക്റ്റ് ആയ അലൈൻമെന്റുകളോടുകൂടി ഇത് നിർമ്മിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ വരെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുകയും തകർക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പല ബോംബ് ഷെൽട്ടറുകളും, അതായത് വലിയ തോതിൽ സൂക്ഷിച്ചിരുന്ന ബോംബുകളുടെ കേന്ദ്രങ്ങൾ, അതായത് ഈ ആയുധ ശേഖരങ്ങളും ആയുധപ്പുരകളും എല്ലാം തന്നെ നേരത്തെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ലക്ഷ്യം വെക്കുകയും തകർക്കുകയും ചെയ്തിരുന്നു. ഇത് പുനർനിർമ്മിക്കാനുള്ള സാധ്യത കൂടി വൈകിപ്പിക്കുക, അതിന്റെ പ്രവർത്തനം നിശ്ചലമാക്കുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫോഡോ തുടരുക. വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്, അതായത് ഇറാനിൽ US ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, ചില നീക്കങ്ങൾ US നടത്തിയിരുന്നു എന്നതും വ്യക്തവുമായിരുന്നു. എന്തായാലും ഇന്ന് ഇവിടെ നേരം പുലരുമ്പോൾ നമുക്ക് ലഭിച്ച വാർത്ത എന്ന് പറയുന്നത് ട്രംപിന്റെ ട്വീറ്റ് തന്നെയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ ആക്രമണം നടന്നിരിക്കുന്നു, ആ ദൗത്യം വിജയിച്ചു എന്നാണ്. യുദ്ധവിമാനങ്ങൾ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി. ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകത്തിനും ചരിത്ര നിമിഷമെന്നാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? ഇന്ന് ഭാരതത്തിൽ എല്ലാവരും ഉണർന്നത് ഈ വാർത്ത കേട്ടുകൊണ്ടാണ്. ട്രംപിന്റെ ട്വീറ്റ് സംബന്ധമായ വാർത്ത കേട്ടുകൊണ്ടാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും ആക്രമിക്കാനാവില്ല, ഒരിക്കലും ആക്രമിക്കില്ല, സ്ഥിതിഗതികൾ എസ്കലേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിഗമനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 2 ആഴ്ച സമയം ട്രംപ് ചോദിച്ചിരുന്നു. അതിനു മുൻപ് തന്നെ, ആ പ്രസ്താവന വന്നതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ പറയുന്നത് ഒരു 1 ടൈം അറ്റാക്ക് 3 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി, ഫൊർദോയിലെയും നഥാൻസിലെയും ഇസ്ഫഹാനിലെയും കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി V2 ബോംബർ വിമാനങ്ങൾ ബോംബ് വർഷം നടത്തി എന്ന് മാത്രമാണ് ട്വീറ്റിൽ കാണുന്നത്. അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഡാമേജ്, ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടി എന്ന് അമേരിക്ക പറയുമ്പോൾ കാര്യമായ ഡാമേജുകൾ ഉണ്ടായില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇറാനിൽ നിന്നും സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്ക അതിന്റെ ഇന്റൻഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്ത് വന്നാലും, ലോക മനസാക്ഷി എന്ത് പറഞ്ഞാലും, റഷ്യയുടെ ഭാഗത്തുനിന്ന് എന്ത് വിരട്ടലുകൾ സംഭവിച്ചാലും, കണ്ണുരുട്ടലുകൾ ഒന്നും തന്നെ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല. അമേരിക്ക ഇസ്രായേലിന്റെ സഹായത്തിനെത്തുകയും ഇറാന്റെ ആണവ ശക്തി മുന്നോട്ട് പോകാനാവില്ല. ആ ഒരു കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി. ആണവ ആയുധ നിർമ്മാണവുമായി ഇനി മുന്നോട്ട് പോകാനാവില്ല ഇറാന്. ഒരുപക്ഷെ സമ്പുഷ്ടീകരണത്തിന്റെ തോത് തന്നെ നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ ആത്യന്തികമായി അനുവദിക്കാനാവൂ. അത് തീർച്ചയായും അത് അമേരിക്കയുടെ അജണ്ടയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു ആണവ ചർച്ച നടക്കില്ല എന്നൊന്നും അമേരിക്ക പറയുന്നില്ല, ഇറാനും അത് പറയുന്നില്ല. ആണവ ചർച്ച നടന്നാൽ അത് അമേരിക്ക ഉദ്ദേശിക്കുന്ന ടേംസിൽ, അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് പിടിച്ചു കെട്ടത്തക്ക രീതിയിലാകണം എന്ന നിഷ്കർഷ ഉള്ളതുപോലെയാണ് ഇപ്പോഴത്തെ ആക്രമണം നടന്നിരിക്കുന്നത്. പൂർണ്ണമായി ആണവ സംഭരണ കേന്ദ്രങ്ങളും സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും തകർക്കാനായാൽ പിന്നീട് ഇറാന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും ഫർദർ നെഗോസിയേഷൻസിനെ ബാധിക്കും. ഏകപക്ഷീയമായി അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് ഇറാൻ ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് ഇറാൻ സമ്മതിക്കാനാവുമോ, അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ സമ്മതിക്കാനാവുമോ, ഇതൊരു വലിയ ചോദ്യമാണ്. അതൊരു വശത്ത്. മറുവശത്ത് ഇറാൻ പ്രത്യാക്രമണം നടത്താനാണ് തുനിയുന്നതെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയോടാവും ഇറാൻ ഏറ്റുമുട്ടേണ്ടത്. ഫയർ പവർ ഇൻഡെക്സിൽ കേവലം 16ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇറാന് അമേരിക്കയോട് ഏറ്റുമുട്ടാൻ തക്ക രീതിയിലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ ആ രീതിയിൽ അമേരിക്കയുടെ ഭൂമിയിൽ പതിച്ചുകൊണ്ട് അമേരിക്ക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തക്ക സംവിധാനങ്ങളില്ല. പരമാവധി ചെയ്യാനാവുക അമേരിക്കയ്ക്ക് 19ഓളം കേന്ദ്രങ്ങൾ മധ്യപൗരസ്ത്യ പ്രദേശത്തെ വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. ഖത്തറിലും UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെയായി അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ അവിടെ വിമാനങ്ങളും സൈനികരുമുണ്ട്. 40,000-ഓളം സൈനികരുടെ സാന്നിധ്യമുണ്ട്. ആ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് ഈ രീതിയിൽ സാധിക്കും. പക്ഷേ ആ ഓപ്ഷൻ അമേരിക്ക
ആ ഓപ്ഷൻ ഇറാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് ആ രീതിയിലേക്ക് നീങ്ങില്ല. ഇറാൻ പ്രതീക്ഷിക്കുന്ന ഏക കാര്യം റഷ്യയോ ചൈനയോ ആക്റ്റീവായി രംഗത്ത് വരും എന്നും അത് അമേരിക്കൻ ആക്രമണത്തെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നുവെങ്കിൽ ഈ ആക്രമണം തന്നെ ഉണ്ടാവില്ലായിരുന്നു. റഷ്യ വോൺ ചെയ്തതാണ് അമേരിക്ക ആക്രമിക്കരുത് എന്ന ഒരു ശക്തമായ താക്കീത് 2 ദിവസം മുമ്പ് വ്ളാഡിമിർ പുടിൻ കൊടുത്തതുമാണ്. പക്ഷെ അതെല്ലാം പ്രണവൽ ഗണിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചത് ഒരുപക്ഷെ അമേരിക്കയുടെ മനസാക്ഷിയെ ബാധിച്ചിട്ടുണ്ടാവണം, അമേരിക്കയുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. ഇത് വൺ ടൈം അറ്റാക്ക് എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ട്വീറ്റിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അമേരിക്ക ഉപയോഗിച്ച ബോംബുകളെ കുറിച്ച് കൃത്യതയില്ല. ബോംബറുകൾ ഏതാണ്ട് B-2 ബോംബേഴ്സ് തന്നെയാണ്. അത് കഴിഞ്ഞ രാത്രിയിൽ തന്നെ അമേരിക്കയിൽ നിന്നും പറന്നുയരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ GBO-67 എന്ന് പറയുന്ന അത്യന്താധുനിക വലിയ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെയായിരിക്കണം ഉപയോഗിച്ചിട്ടുള്ളത്. 60 മീറ്റർ വരെ താഴെയാണ് ആണവനിലയം, ഫർദോയിലെ ആണവനിലയം പ്രത്യേകിച്ച്. അവിടെയാണ് ഫിസൈൽ മെറ്റീരിയൽ കൂടുതലായി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവരം. അങ്ങനെയെങ്കിൽ 60 മീറ്റർ ഭൂമി തുറന്ന് 60 മീറ്ററോളം അടിയിൽ ചെന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തക്ക ഒരു പ്രഹരമാണോ നൽകിയത്, അതോ ഉപരിതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേവലം സിംബോളിക് മാത്രമാണോ, ഇറാനെ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമാണോ, അമേരിക്ക ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണോ നടത്തിയത്? ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായി നമുക്ക് വിവരങ്ങളില്ല. ഇത് അമേരിക്കയുടെയും ഇറാന്റെയും ഔപചാരികമായി വരുന്ന വാർത്താക്കുറിപ്പുകൾ അല്ലാതെ മറ്റ് വിവരങ്ങൾ നിഷ്പക്ഷമായി സ്വീകരിക്കാൻ ഇപ്പോഴും ലോകത്തിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. എന്തായാലും ഇറാൻ ഈ ആക്രമണം സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്ക ചരിത്ര നിമിഷം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്.